പറയുന്നത് ഈ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് ഇതിൻ്റെ കളം മാറി എന്നുള്ളതാണ്. അത് ഒരു സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചെങ്കിലും ഇതെന്തോ അതിജീവിത എന്തോ വലിയ കുറ്റക്കാരിയാണെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വിജയിച്ചെങ്കിലും ബാലചന്ദ്രകുമാർ വരുന്നതോടുകൂടി ഇതിൻ്റെ കളം മാറി എന്നുള്ള റോഷിപാലിനോട് വന്നിട്ട് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നതോടുകൂടി ഇതിൻ്റെ കളം മാറി എന്നുള്ളതാണ്. ആ കളം മാറുക എന്ന് പറയുന്നത് ദിലീപ് ഈ അക്രമം നടത്തുന്നതിന് 1.5 മാസം മുന്നേ ഇവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്നതോട് കൂടിയിട്ട് അതിൻ്റെ കളം മാറി. അത് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം വേറെ ലെവലിലേക്കാണ് മാറുന്നത്. ആ അന്വേഷണം മാറുന്നതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടുന്നതോടുകൂടി നടന്നു എന്ന് സ്ഥിരീകരിച്ചു ഇല്ലേ. ഇതെങ്ങനെയാണ് പ്രതികളിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാറിൻ്റെ വരവോട് കൂടിയിട്ട് ഇതിൻ്റെ തെളിവുകൾ പൂർണ്ണമാക്കി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോവുകയും അത് തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചർച്ച ചെയ്ത ഇന്ത്യൻ ഫിലിം ഫീൽഡിൽ മൊത്തമായൊരു ഉദാഹരണത്തിന് വകുപ്പ് വഴിവെച്ച ഒരു കേസായിട്ടാണ് മലയാളം സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ ഇത്ര വൃത്തിയായി ഉദ്ധരിച്ച ഒരു വേറൊരു കേസുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഇല്ല അല്ലേ. അങ്ങനെ അതിനൊരു തൻ്റെ ഇടം ഈ നടിയാണ്. ഇങ്ങനെ ഒരു നടികൾ ഇറങ്ങിയും കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നടന്മാരടക്കം എല്ലാവരും അവരെ കുത്തകയായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സംവിധാനങ്ങളെ മുഴുവൻ പൊളിച്ചടുക്കി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ WCC ഉണ്ടാക്കി. WCC എന്ന കേരളത്തിലെ ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ? മനസ്സിലായോ? നമ്മളൊരു അതിനുശേഷം കണ്ടത് എന്താണ്? അതിനുശേഷം ഈ പ്രതിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവന്മാരെല്ലാം ഇതുകൂട്ട് സമാനമായ കേസുകളിൽ ജയിലിൽ പോവുകയോ ജാമ്യം എടുക്കുകയോ പ്രശ്നങ്ങളാവുകയോ കേസ് പുറത്തു വരികയോ ചെയ്തില്ലേ അല്ലേ. അവരൊക്കെയാണല്ലോ ഈ സപ്പോർട്ട് ചെയ്ത് മൊഴി മാറ്റാനും സംവിധാനത്തിനൊക്കെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ എന്താണ് അതിന് ശേഷം സംഭവിച്ചത്? അപ്പോൾ അതെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെന്നും സിനിമയിൽ പോകുന്ന സ്ത്രീകളെല്ലാം എന്തോ ഒരു വൃത്തികെട്ട സ്ത്രീകളാണ് എന്ന് ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹത്തെ ഈ ഒരു കേസോടുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.